ഹായ് ഹലോ, ഇന്ന് നമ്മൾ മത്തി പതപ്പിച്ചത് എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് കൊച്ചുള്ളി, കുറച്ച് വറ്റൽമുളക്, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, കരിവേപ്പില ഇതാണ് നമുക്ക് ആവശ്യം. പിന്നെ കുറച്ച് മത്തി, പിന്നെ പുളി, വാളംപുളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് കുറച്ച് ഒരു ചെറുനാരങ്ങ വലുപ്പത്തിൽ. പിന്നെ നമ്മൾ ഈ കൊച്ചുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചേക്കുന്നതാണ്. പച്ചമുളക് രണ്ടായിട്ട് കീറി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വറ്റൽമുളക് ചതച്ചതാണ് വേണ്ടത്. അതിനുശേഷം നമ്മൾ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാനായിട്ട് വെക്കാം. അതിലോട്ടേക്ക് നമുക്ക് ആദ്യം ഇട്ട് കൊടുക്കേണ്ടത് പച്ചമുളകാണ്. ആ പച്ചമുളക് നന്നായിട്ട് ഒന്ന് പൊട്ടാനായിട്ട് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് അല്പം കരിവേപ്പിലയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ആ കരിവേപ്പിലയും ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം. നമ്മളിവിടുത്തെ ചാള എന്ന് പറയുന്നത് സാധാരണ നമ്മൾ വയർ കീറിയിട്ടല്ലേ ചാളക്കറി വെക്കുന്നത്. ഇത് വയർ കീറില്ല, കീറാണ്ടെയാണ് ചാളക്കറി വെക്കുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്യും. അങ്ങനെ ആ കരിവേപ്പില ഒന്ന് വാടി വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് മൂക്കട്ടെ. അത് എന്നിട്ട് കുറച്ച് കല്ലുപ്പ്, നമുക്ക് പൊടിയുപ്പോ കല്ലുപ്പ് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യും. ഇവിടെ അമ്മ കല്ലുപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇത് കാണുന്നവർ നിങ്ങളുടെ നാട്ടിൽ മത്തി ഈ ഒരു പതപ്പിച്ചതിന് എന്താണ് പറയുകയെന്ന് പറയണം കേട്ടോ. അടുത്തത് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ഉണ്ടല്ലോ, ആ വറ്റൽമുളകും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നിങ്ങളുടെ എരിവിനനുസരിച്ച് മാറ്റാം കേട്ടോ. കുറച്ച് അധികം എരിവ് വേണ്ടവരാണെങ്കിൽ കുറച്ചധികം വറ്റൽമുളക് എടുക്കാം. നമ്മൾ എല്ലാവർക്കും കുട്ടികൾക്കും കൂടി കൊടുക്കേണ്ടതായതുകൊണ്ട് ഓവറായിട്ട് എരിവ് ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങൾക്ക് ആഡ് ചെയ്യാം. വറ്റൽമുളക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ മുളക് പൊടിയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല, മഞ്ഞൾപ്പൊടി മാത്രമേ പൊടികളായിട്ട് യൂസ് ചെയ്യുന്നുള്ളൂ. മഞ്ഞൾപ്പൊടി ഇട്ട് അതിൻ്റെ ഒരു പച്ചമണം പോയതിന് ശേഷം നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പുളിവെള്ളം ഇതിലോട്ടേക്ക് ഒഴിക്കാം. അറിയാലോ, മീൻ നമ്മളിട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒന്ന് മുങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം. ഓവറായിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് പുളിവെള്ളം ഒഴിക്കരുത്. ആ ഒരു കൺസിസ്റ്റൻസി തന്നെ ഒഴിക്കുക. ഒഴിച്ചതിന് ശേഷം ഇത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് ചൂടാവാനായിട്ട് വെക്കാം. അത് തിളച്ച് വരണമല്ലോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് തിളപ്പിക്കാനായിട്ട് വെക്കാം. ഒന്ന് അടച്ച് വെച്ച് നമുക്ക് തിളപ്പിക്കാനായിട്ട് വെക്കാം. കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മളിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. കഴുകി വൃത്തിയാക്കിയ മത്തി നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ മത്തിയുടെ പള്ള കീറിയിട്ടില്ല കേട്ടോ. അത് അകത്ത് നന്നായിട്ട് വെള്ളം ഒഴിച്ചിട്ട് കഴുകിയിട്ടാണ് ഇത് ക്ലീൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഡേർട്ടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി വലിയ മത്തിയാണ് അതാണ് ഇതിനെടുക്കുന്നത്, മത്തി പതപ്പിച്ചതിനെടുക്കുന്നത്. നമുക്കത് കിട്ടിയില്ല, അപ്പം ഉള്ളത് വെച്ചിട്ട് നമ്മൾ ചെയ്തതാണ്. എല്ലാ കഷ്ണങ്ങളും ഇട്ട് കൊടുത്തതിന് എല്ലാ പീസും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ചട്ടി നല്ല ചുറ്റിച്ച് വെച്ചതിന് ശേഷം ഒന്നും കൂടെ നമുക്ക് അടച്ച് അതൊന്ന് തിളപ്പിക്കാം. ഇതിപ്പോൾ കറിയിൽ കിടന്ന് നന്നായിട്ട് മത്തി തിളച്ച് വന്നിട്ടുണ്ട്. അതിലോട്ടേക്ക് നമ്മൾ കരിവേപ്പില മുകളിൽ ഇട്ട് കൊടുക്കുക. പിന്നെ ഒന്നും കൂടി അതൊന്ന് നന്നായിട്ട് ചുറ്റിച്ച് കൊടുക്കുക. സ്പൂണിട്ടിട്ട് ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊടിയുണ്ടല്ലോ, അത് വിചാരിച്ചിട്ടാണ് നമ്മൾ നന്നായിട്ട് ചുറ്റിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ മത്തി പതപ്പിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ രുചിയായിട്ടുള്ളൊരു വിഭവമാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്